വീടിനടുത്ത് തന്നെ കായലുള്ളത് കൊണ്ട് കക്കാർച്ചിയൊക്കെ കഴിക്കാൻ തോന്നിയാൽ നമുക്ക് വലിയ പാടൊന്നുമില്ല. ഒരു ഫോൺ ചെയ്യേണ്ടേയും അത് പോയി വാങ്ങേണ്ടേയും താമസം മാത്രം. കിഴക്കത്തെ അമ്മമാരെ വിളിച്ചു പറഞ്ഞാൽ അപ്പം സാധനം എടുത്തു വെക്കും. അങ്ങനെ ഞങ്ങൾ ഇതാ കിഴക്ക് പോയി കക്കാർച്ചിയും വാങ്ങി വീട്ടിലും എത്തി ഒരു വീഡിയോ ഷൂട്ടും കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമ്മേനെ വിളിച്ചിട്ട് കപ്പയും കക്കാർച്ചിയും കുഴപ്പിക്കാം. കപ്പയും കത്തിയും കുറച്ചതാ. അയ്യോ ഇവിടെ തൂക്കുന്നാരാ? അത് പിന്നെ തൂക്കാം. വാ, എനിക്ക് വിശക്കാണ്. കപ്പയും കക്കാർച്ചിയും അമ്മ ദുഷ്ടയാവാ. അമ്മ വാ, അമ്മ വാ. കഴിഞ്ഞൊരു കണ്ടന്റിന് വേണ്ടി വീഡിയോ എടുക്കുന്നത് അമ്മ തൂത്തോണ്ടുന്ന സമയത്ത് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ മരത്തിൽ നിന്ന് വീണ് കിട്ടിയ കുറെ പുളിയൊക്കെ പൊളിച്ചതിന് ശേഷമാണ് അമ്മ കപ്പ കുഴയ്ക്കാൻ വന്നിരുന്നത്. സന്ധ്യയോടെ സാധനം എന്ത് കൈ കിട്ടിയായിരുന്നു. അമ്മ അപ്പൊ കക്കാർച്ചി വേവിക്കാൻ വെച്ചായിരുന്നു. കപ്പ വെച്ചമ്മ, കപ്പ വെച്ചമ്മ എവിടെ വരുവേ. അമ്മ ദാ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ സീരിയലും കണ്ടോണ്ടിരുന്നു ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുക. എന്തായിരിക്കുന്നു ഞാൻ ഇനി അമ്മ ചെയ്ത് തന്നില്ലെന്ന് വേണ്ട. അപ്പതാ അവിടെ പഴുത്തൊരു പപ്പരക്ക ഇരിക്കുന്നു. അതങ്ങ് മുറിച്ച് കഴിച്ചോണ്ടിരുന്ന പൊടിപ്പിടാത്തപ്പോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ അച്ഛൻ മടങ്ങിപ്പോയി. നമ്മുടെ വിശാലിനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പരക്കായിരുന്നത്. അതിനെ പറ്റിയിട്ടുള്ള വർണ്ണനയായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ബെന്ത കപ്പ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കക്കാർച്ചിലിട്ട് കൂട്ടി കുഴക്കേണ്ട പരിപാടിയാണ് ഇനി അടുത്തതുള്ളത്. കുറച്ച് നേരം അമ്മയും ഞാനും വിട്ട് കുഴച്ചുകൊണ്ടിരുന്നു. കൈക്ക് കുറച്ച് ആവതിൻ്റെയൊക്കെ ആവശ്യമുണ്ടേ. അങ്ങനെ പിന്നെ അബീനെ അങ്ങ് വിളിച്ചു. ജിമ്മി പോയിട്ട് ഇപ്പോൾ വന്നേ ഉണ്ടായിരുന്നുള്ളൂ അബി. പിന്നെ അബി വന്നിട്ടാണ് ബാക്കി കുഴച്ചങ്ങ് സെറ്റാക്കിയത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പരിപാടി അങ്ങ് സെറ്റായി. പിന്നെ ഞങ്ങളങ്ങ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്